നമ്മൾ ഇന്ന് കാണുന്ന ഫലസ്തീനിന്റെ കണ്ണീർ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒക്ടോബർ 7 തുടങ്ങിയതല്ല. 1948 നക്ബയിൽ നിന്നും ഔദ്യോഗികമായ ഈ ജനതയുടെ കണ്ണീരും ചോരയും ഒഴുകി തുടങ്ങുന്നു. അന്ന് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സയനിസ്റ്റ് തീവ്രവാദികളാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായിട്ടുണ്ട്. തമാശയായി പറയട്ടെ, ലക്ഷങ്ങളുടെ ചോരയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും മേൽ അവർ സമാധാനം നിർമ്മിക്കുകയാണത്രേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിറ്റ്ലറിനെ ഏറ്റവും വലിയ സമാധാന നിർമ്മാതാവായി കരുതേണ്ടി വരും. നമ്മുടെ ഈ വികസിത 21-ാം നൂറ്റാണ്ടിൽ അറവുശാല എന്ന പോലെ മനുഷ്യനെ കൊല ചെയ്യപ്പെടുന്നു എന്നത് എത്ര ലജ്ജാകരമാണ്. അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു ജനത പട്ടിണി തിന്ന് കൊല്ലപ്പെട്ടു എന്നതാണോ ഈ ഡിജിറ്റൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ നേട്ടം? അല്ല എന്ന് ഉത്തരമായിരുന്നെങ്കിൽ നമ്മുടെ ആധുനിക മനുഷ്യർ ഇതിന് വംശഹത്യമെങ്കിലും വിശേഷിപ്പിക്കുകയും ചെയ്തു തന്നെ.